നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടത്തിയ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ നടി സ്നേഹ ശ്രീകുമാറിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി കലാമണ്ഡലം സത്യഭാമ രംഗത്ത്. മുൻപ് രാമകൃഷ്ണനെതിരെയുള്ള സത്യഭാമയുടെ വിദ്വേഷ പരാമർശങ്ങളെ സ്നേഹ വിമർശിച്ചിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സത്യഭാമ സംസാരിച്ചത്. പിണ്ടോദരി മോളെ എന്ന് സ്നേഹയെ വിശേഷിപ്പിച്ച സത്യഭാമ സ്നേഹയുടെ ഭർത്താവ് ശ്രീകുമാർ കേസിൽപ്പെട്ടതിനെ പരിഹസിക്കുകയും പൊതുവേദിയിൽ വെച്ച് കാണുമ്പോൾ ഇതിന് മറുപടി നൽകുമെന്നും വീഡിയോയിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി, അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. സ്നേഹ മറിമായം എന്ന പരിപാടിയിൽ അഭിനയിക്കുന്നത് കഞ്ഞി കുടിച്ച് ജീവിക്കാനാണെന്നും സ്നേഹ പഠിച്ച ഓട്ടം തുള്ളൽ എന്ന കലയെയും സത്യഭാമ തരം താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട്. സ്നേഹയുടെയോ രാമകൃഷ്ണന്റെയോ പേര് സത്യഭാമ പരാമർശിച്ചിട്ടില്ലെങ്കിലും ഫേസ്ബുക്ക് വീഡിയോയിൽ സ്നേഹയുടെ ചിത്രം സത്യഭാമ പങ്കുവച്ചിട്ടുണ്ട്. പിണ്ടോദരി മോളെ, നിന്നെ ഏതെങ്കിലും പൊതുവേദിയിൽ വെച്ച് ഞാൻ കാണും. അന്ന് നിന്റെ ഭർത്താവ് പെണ്ണ് കേസിൽപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിഷമിക്കും. എനിക്കെതിരെ നീ ഇട്ട വീഡിയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചു. ഞാൻ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായി എല്ലാവർക്കും അറിയാമല്ലോ. അത് വിവാദമായി നിങ്ങൾക്ക് തോന്നിയെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥകൾ ഞാൻ ലൈവിൽ വന്ന് പറയും. പക്ഷേ ആ സമയത്ത് എന്നെ വേദനിപ്പിച്ച ചിലരുണ്ട്. എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ പബ്ലിക്കായി സപ്പോർട്ട് ചെയ്യുവാൻ പറ്റില്ല, കാരണം മാധ്യമങ്ങൾ അവരെ വളയും. എങ്കിലും എൻ്റെ ബന്ധുക്കൾ എല്ലാവരും എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു. എൻ്റെ കരിയർ പോലും നിന്നു പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ ഈശ്വരാധീനമുള്ള കലയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ എൻ്റെ കൂടെ നിന്നു. ഞാൻ തളർന്നിട്ടില്ല. ഒറ്റയ്ക്ക് പോരാടി. കലാലോകത്ത് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് പോലും നേരിട്ട് സഹായിക്കുവാൻ സാധിച്ചില്ല. കല പഠിച്ച ചിലർ എന്നെ ദ്രോഹിക്കുകയും ചെയ്തു. ദേഹോദ്രവം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മാധ്യമങ്ങളിലൂടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് ഞാൻ മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. കലാമണ്ഡലത്തിൽ ഓട്ടം തുള്ളൽ പഠിച്ച ഒരുത്തിയുണ്ട്. ഇവൾ ഓട്ടം തുള്ളലാണോ പഠിച്ചത് എന്ന് പോലും എനിക്കറിയില്ല. ചാനലിൽ വന്ന് മറിമായം എന്നൊരു പരിപാടിയിൽ അഭിനയിക്കുന്ന സ്ത്രീയാണവർ. വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പരിപാടിയാണത്. മണികണ്ഠൻ, നിയാസ്, ഉണ്ണി തുടങ്ങിയ അസാധ്യ കലാകാരന്മാർ ഒക്കെ അതിലുണ്ട്. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി കൂടിയുള്ളത്. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീർത്ത കവളുമായി ആകപ്പാടെ ഉരുണ്ടിരിക്കുന്ന ഒരുത്തി. ഇവൾ വന്നിട്ട് എന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ സ്ത്രീ മറ്റേയാളുടെ കൂടെ വന്ന് നൃത്തം കളിക്കുമോ എന്ന്. എൻ്റെ എതിർകക്ഷിയായ ആളുടെ കൂടെ. എന്താടി എനിക്ക് കളിക്കാൻ പറ്റാത്തത്? ഞാൻ സ്ത്രീയല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഡാൻസ് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ നീ ഓട്ടം തുള്ളലെടുത്തത്? നീ ഇപ്പോൾ ഓട്ടം തുള്ളലാണോ തുള്ളുന്നത്? ആദ്യം നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അത് ആദ്യം നീ ചെയ്യ്, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ. നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മുഖത്ത് ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് ഞാൻ. നീ സ്ത്രീ എന്ന് വിളിക്കാൻ ഞാൻ പുരുഷൻ ആണെന്ന് പറഞ്ഞ് പാൻറ്റും ഷർട്ടും ഇട്ട് നടന്നിട്ടില്ല. നീ പോയി കേസ് കൊടുക്ക്. അപ്പോൾ നിൻ്റെ പുറകെ ഞാൻ വരാം. നീ പഠിച്ചത് നീ ഒന്ന് കളിച്ചേ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ തുള്ളലാണ് പഠിച്ചതെന്ന്. നല്ല ഒരു കലയാണത്, അത് സമ്മതിച്ചു. നീ അത് ആദ്യം തുള്ളു. നീ കഞ്ഞി കുടിച്ച് ജീവിക്കാനല്ലേ മറിമായത്തിൽ പോയത്? നീ വലിയ ആർട്ടിസ്റ്റാണ് എന്നാണോ നിൻ്റെ വിചാരം? എന്നോട് നീ പറഞ്ഞില്ലേ കളിക്കാൻ? നിനക്ക് ഇപ്പോൾ എൻ്റെ കളി കാണണോ? ഞാൻ അന്തസ്സായി എൻ്റെ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. നീ പറഞ്ഞ ആൾ പഠിച്ചതുപോലെ തന്നെയാണ് ഞാനും പഠിച്ചത്. നിൻ്റെ നാട്ടിൽ ഒരു പരിപാടിക്ക് എന്നെ വിളിക്ക്, ഞാൻ വന്ന് കളിക്കാം. നീ എന്നെ പറഞ്ഞതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ? നിൻ്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. അതൊക്കെ നീ മറന്നോ? ഞങ്ങളതൊന്നും മറന്നിട്ടില്ല. അതിനാണ് ദൈവം എന്നൊരു ശക്തിയുള്ളത്. ഒരാളെ അറിയാതെ ഒന്നും പറയരുത്. ഒരു വ്യക്തിയെക്കുറിച്ച് സത്യമറിയാതെ ഞാൻ ഒന്നും പറയുകയില്ല. നീ എൻ്റെ കേസിൻ്റെ സമയത്ത് എനിക്കിട്ടൊന്ന് പൂശി. എനിക്കൊരവസരം കിട്ടും. ഞാൻ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുടങ്ങിയത് കാശുണ്ടാക്കാനല്ല. അങ്ങനെ കുറേ പേരുണ്ട്, ഒരു പണിയും അറിയാത്തവർ. എൻ്റെ കയ്യിൽ അന്തസ്സായി ഒരു പണിയുണ്ട്. എനിക്ക് നൃത്തം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. നീ എൻ്റെ പേജ് തുറന്ന് നോക്ക്. ഞാൻ ഡാൻസിനെ പറ്റിയും എൻ്റെ കുട്ടികളെ പറ്റിയും അതിനകത്ത് ഇട്ടിട്ടുള്ളതൊന്ന് നോക്ക്. നീ വലിയ ആർട്ടിസ്റ്റ് ആണെന്നാണ് നിൻ്റെ വിചാരം. മുഖത്ത് ചായം തേച്ചാൽ ആർട്ടിസ്റ്റ് ആകില്ല. നിൻ്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളുന്നതാണ്. നിന്നെ എന്താ ആരും ഉർവശി, ശാരദ എന്നൊന്നും വിളിക്കാത്തത്? നമുക്ക് വലിയ നടിമാരൊക്കെയുണ്ട്. നിൻ്റെ പേരെന്താ? നിൻ്റെ പരിപാടിയിൽ നിൻ്റെ ഫിഗറിന് പറ്റിയ പേരാണ് നിനക്ക് അവർ ഇട്ടിരിക്കുന്നത്. എന്നെ പറഞ്ഞതിൻ്റെ 6 മാസം നിൻ്റെ ഭർത്താവിന് കിട്ടി. ഇപ്പോൾ നിൻ്റെ ഭർത്താവിനെ അതിൽ കാണാനേ ഇല്ലല്ലോ. അനാവശ്യം പറയുമ്പോൾ ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന് നീ ഓർക്കണം. അതിൻ്റെ അടിയാണ് നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ? നിൻ്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ? അതിനാടി ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളത്.
ഇങ്ങനെ പോകുന്നു സത്യഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുൻപ് സത്യഭാമയും RLB രാമകൃഷ്ണനും തമ്മിലുള്ള വിവാദത്തിൽ രാമകൃഷ്ണനെ പിന്തുണച്ച് സ്നേഹ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു. ആ സ്ത്രീ പറയുന്നു അവർ രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചതെന്ന്. അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ അന്ന് യൂട്യൂബ് ചാനലിന് മുമ്പിൽ ഇരുന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നൊന്നും എനിക്ക് അവരെ പറയുവാൻ തോന്നുന്നില്ല. അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കുവാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ പോകുന്നു സ്നേഹ ശ്രീകുമാർ സത്യഭാമയെ പറ്റി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏതായാലും സത്യഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറ്റൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ് അവർ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.